ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു പ്രോൺസ് തോരനാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് തോരൻ്റെ റെസിപ്പിയാണിത്. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. പെരുംജീരകം ചെറുതായി ഒന്ന് ചതച്ചെടുത്താലും മതി. ഈ പൊടികളിലേക്ക് 1/2 മുറി നാരങ്ങ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഈ കൂട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചേരുവകൾ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ പീരയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. കൊഞ്ചിങ്ങനെ ചെറിയ പീസുകളാക്കി പീരയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മസാല ഈ കൊഞ്ചിലേക്ക് പിടിക്കും. കൊഞ്ച് മുഴുവൻ അങ്ങനെ പീസാക്കി പീരയിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് നമുക്ക് കുറച്ച് നേരം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം 1/2 മണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും ബാക്കി പ്രിപ്പറേഷനുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കി വെക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇവയെല്ലാം തന്നെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ എടുക്കാം. പിന്നെ കടുക് വറക്കുന്നതിനായിട്ട് ഒരല്പം കറിവേപ്പില, 2-3 വറ്റൽമുളക് ഇവ തയ്യാറാക്കി വെക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഓപ്ഷണലാണ്. ഞാനിവിടെ എണ്ണ ചൂടാവുമ്പം ഡയറക്റ്റായിട്ട് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും. ഈ വെളുത്തുള്ളി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണം വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും ആ മണം വളരെയധികം ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് 1-2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും പീരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വേണമെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കൊഞ്ച് കൂടുതൽ നേരം വേവിക്കുകയാണെങ്കിൽ റബ്ബർ പോലെ ആവുമെന്നാണ് പറയാറ്. അപ്പോൾ കൊഞ്ചിന് കൂടുതൽ വേവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു മാക്സിമം 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൊഞ്ചും പീരയും കൂടി ഇട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ നമ്മുടെ കൊഞ്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.